ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഈ അപ്ഡേറ്റിന് ശേഷം കൊണ്ടുവന്ന് തന്ന നമ്മളുടെ ലയണൽ മെസ്സിയുടെ ഒരു പ്ലെയർ വിത്ത് ഗെയിം പ്ലേ ആയിട്ടോ. അപ്പോൾ ഇത് ഷോർട്ട് ടൈം കാർഡാണ്. നമുക്ക് മുമ്പും ഫ്രീ ആയിട്ട് ഷോർട്ട് ടൈം മെസ്സിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാർഡ്സൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒന്നുകൂടിയും അടിപൊളി കാർഡായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു ഈ മെസ്സിയുടെ ഒരു പ്ലെയർ വിത്ത് ഗെയിം പ്ലേ ചെയ്യാമെന്ന്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്രീ കിട്ടിയ എമാലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഭാഗമായിട്ട് പാർട്ട്ണർഷിപ്പുള്ള കൺട്രീസിൻ്റെ ഫ്രീ കാർഡ്സ് വന്നതിൽ രണ്ടെണ്ണം മെസ്സിയുടെയും അതുപോലെ തന്നെ എമാലിൻ്റെയും രണ്ടുപേർക്കും പാർട്ട്ണർഷിപ്പും ഉണ്ട് നമ്മുടെ ഈ ഫുട്ബോളിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം മെസ്സിയുടെ കളിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാവുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പ്രോഗ്രഷൻ ആദ്യം കാണിച്ചു തരാം. ഇപ്പോൾ പ്രോഗ്രഷനായി കൊടുത്തിരിക്കുന്നത് കുറച്ച് പാസിംഗ് ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു പ്രോഗ്രഷനാണ് കേട്ടോ. അപ്പോൾ 3 ഷൂട്ടിങ്, 6 പാസിങ്, 8 ഡ്രിബിളിങ്, 12 ഡിസ്ചാർജ്, 11 ലോബ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ കുറേ പേര് ഓട്ടോ കൊടുക്കേണ്ട പറഞ്ഞു പ്രോഗ്രഷൻ കളിപ്പിക്കുമ്പോൾ, പ്രോഗ്രഷൻ കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ പ്രോഗ്രഷൻ. ഇനിയിപ്പോൾ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റിംഗ് കുറച്ച് കൂട്ടി കിട്ടും. എന്തായാലും ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഈ പ്രോഗ്രഷനാണ്. പ്രത്യേകിച്ച് ആൾക്ക് വന്നിരിക്കുന്നത് വിഷണറി പാസ് പറഞ്ഞ സ്കില്ലാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പാസിങ് എന്തായാലും കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്തായാലും ഒരു കിടിലം കാർഡാവും തന്നെ പ്രതീക്ഷിക്കാം. അതിന് നമുക്ക് പ്ലെയർ ഡീറ്റെയിൽസും കാര്യങ്ങൾ കാണിച്ചു തരാം. സോ 38 വയസ്സുള്ള മെസ്സിയാണ്, കറൻ്റ്ലി ഉള്ള മെസ്സിയാണ്. അതുപോലെ തന്നെ 120 ഹൈറ്റ്, ലെഫ്റ്റ് ഫുട്ടറാണ് കേട്ടോ. ആൾ പ്രൊൾഫിംഗറായിട്ടാണ് വന്നിരിക്കുന്നത്. ആൾ CF, SS, AMF, റൈറ്റിംഗ് ഫോർവേഡ്, റൈറ്റ് മിഡ്ഫീൽഡ്, ഇത്രയും പൊസിഷൻസാണ് കളിക്കുക. ആസ് യൂഷ്വൽ കളി തന്നെ. അതുപോലെ തന്നെ പ്ലേ സ്റ്റൈൽസ് ഒക്കെ ട്രിക്കസ്റ്റർ, മാസിംഗ് റണ്ണ്, സ്പീഡും ബുള്ളറ്റ്, ഇൻവെസ്റ്റ് റണ്ണ്, എയർലി ക്രൂസർ. അപ്പോൾ ഇതിലൊക്കെ ആൾ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. ഇനി ഓവർ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 102 ആണ്. നിങ്ങൾ ഓട്ടോ കൊടുക്കുകയാണെങ്കിൽ 103 കിട്ടും. അപ്പോൾ ഇതിൽ ഡ്രിബിളിംഗ് സെക്ഷൻ നോക്കിയാണ് അറ്റാക്ക് ചെയ്യാവുന്ന 93, ബോൾ കൺട്രോൾ 98, ഡ്രിബിളിംഗ് 95, ടൈറ്റ് പൊസിഷൻ 95. അപ്പോൾ കിടിലൻ ഡ്രിബിളിംഗ് ആണ് ആൾക്ക് വന്നിരിക്കുന്നത്. ഓട്ടോയിൽ കിടിലൻ ഡ്രിബിളിംഗ് ആട്ടോ. ഓട്ടോയിൽ 100ൻ്റെ മുകളിലൊക്കെ പോകുന്നുണ്ട് മിക്കതും. അതുപോലെ ലോ പാസ് 89 ആണ്, ലോഫ്റ്റഡ് പാസ് 82, വിഷണറി പാസ് 89 ഒക്കെ ലോ പാസ് ആക്കി കൊടുത്താട്ടോ. ഫിനിഷിങ് 83 ഉള്ളൂ, കുഴപ്പമില്ല. വിങ്ങറാണല്ലോ നമുക്ക് എന്തായാലും. പിന്നെ മെസ്സിയാണ് അടിച്ചാൽ കയറിക്കോളും, അല്ലെങ്കിൽ അവർ കയറ്റും. പിന്നെ സെറ്റ് പിച്ച് സ്ട്രൈക്കിങ് 88 ഉണ്ട്, കേള് 88, കുഴപ്പമില്ല. അതുപോലെ തന്നെ സ്പീഡ് 85, ആക്സലേഷൻ 92. അപ്പോൾ ഏജൻ്റ് ഒരു ഇതിൽ സ്പീഡൊക്കെ കുറച്ച് കുറവ് കൊടുത്തിട്ടുണ്ട്. എന്താ അറിയില്ല. അതുപോലെ കിക്കിംഗ് പവർ 87 ആണ്, ബാലൻസ് 96, സ്റ്റാമിന 85. അപ്പോൾ ബാലൻസ് ആസ് യൂഷ്വൽ നല്ല ബാലൻസിന് കൊടുത്തിട്ടുണ്ട്. സ്റ്റാമിന 85 ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 70 മിനിറ്റ് വരെ പെഡായിട്ട് കളിപ്പിക്കാം. പിന്നെ വീക്ക് ഫുട്ട് യൂസേജ് ഓൾമോസ്റ്റ് നെവറാണ്. ആസ് യൂഷ്വൽ അധികം റൈറ്റ് കൊണ്ട് റയറായിട്ട് അടിക്കാറുള്ളൂ. റയർ വെച്ചാൽ കുറേ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ കൊടുത്തത് അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള കളീനെ കുറിച്ചിട്ടാട്ടത്. അതുപോലെ തന്നെ വീക്ക് ഔട്ട് ആക്യുറസി ഹൈ, ഫോം അൺവെയറിങ്, ഇഞ്ചുറി റെസിസ്റ്റൻസ് മീഡിയ. സോ ഇത്രയും കാര്യങ്ങൾ ആൾക്ക് സ്റ്റാറ്റ്സിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആൾക്ക് കൊടുത്ത ബൂസ്റ്റഡ് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റൻ്റ് ആണ്, അതന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ സ്കിൽസൊക്കെ ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് കേൾ, ഡിപ്പിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ഫസ്റ്റ് ടൈം ഷോട്ട്, 1 ടച്ച് പാസ്, ത്രൂ പാസിംഗ്, വിഷണറി പാസ്, പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ്, ക്യാപ്റ്റൻസി. അപ്പോൾ ഇത്ര സ്കില്ല് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മാസ്റ്റർ റിട്ടേൺ ആഡ് ചെയ്യാം. പിന്നെ അങ്ങനെ ആഡ് ചെയ്യേണ്ടത് അത് മാത്രം മതി. പിന്നെ ഗെയിംമാൻഷിപ്പും മറ്റൊക്കെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ മാസ്റ്റർ റിട്ടേണിനെ മതി. പിന്നെ പിൻ പോയിന്റ് ക്രോസിങ് കൊടുത്തോ, സോൾ കൺട്രോൾ കൊടുത്തോ, ഓക്കെ സെറ്റാണ്. ഇപ്പോൾ വിഷണറി പാസ് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ, പാസ് അങ്ങോട്ട് ഏത് ഇതിലേക്ക് ഉണ്ടെങ്കിലും അങ്ങോട്ട് എത്തിക്കോളം ഇട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ടോപ്പ് ആവും തന്നെയാണ് പറയണത്. അങ്ങനെയാണ് ആ സ്കില്ലിൻ്റെ ഇതിട്ടോ. ഓക്കെ, സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം മെസ്സിയുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ എന്താവുമെന്ന്. അപ്പോൾ നേരെ ഗെയിം പ്ലേക്ക് പോവാം. കോസ്റ്റക്കോ ടു ടോട്ടി, ടോട്ടി ടു ഡെക്കോ, ഡെക്കോ ടു ഇബ്ര, ഇബ്ര ടു ഫോർ ലൈൻ ടു മെസ്സി. ഓക്കെ, ഒരു ത്രൂ തള്ളാം. ഓക്കെ, നൈസ് പാസ് ഫ്രം മെസ്സി. എടാ 4 ലൈൻ അടിച്ചില്ല, ടോട്ടി അടിച്ചേ, ടോട്ടി. ഓക്കെ, വെക്കൻ ബോർ എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് മെസ്സി. ഒരു ഡബിൾ ടച്ച് ഇടാം. മെസ്സി, നൈസ് വൺ. മെസ്സി 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 മെസ്സി. ഓക്കെ, ഒന്ന് അടുപ്പിച്ച് നോക്കാം. മെസ്സി, അയ്യേ ഒന്നൂടി കയറിപ്പോൾ അടിച്ചാൽ ചേർത്ത്. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട് ബെക്കൻ ബോർ. ആൻഡ് ഇറ്റ്സ് ടോട്ടി. ടോട്ടിച്ച് മെസ്സി ഡബിൾ ടച്ച് ഇടാം, ഒരു ഡബിൾ ടച്ച് ഇടാം, അടുപ്പിച്ച് നോക്കാം. മെസ്സി, പൊന്നളിയ കിടിലൻ ഗോള്. ഡബിൾ ടച്ച് ആൻഡ് ബൂം. സെലിബ്രേഷൻ സാധാ സെലിബ്രേഷൻ ആട്ടോ, സ്പെഷ്യൽ സെലിബ്രേഷൻ ഒന്നുമില്ല. എടാ അത് കിടിലായിട്ടോ, ഡബിൾ ടച്ച് ആൻഡ് ബൂം ആണ്. അത് വെറൈറ്റി. മെസ്സി സ്കോർ ചെയ്തിട്ടുണ്ട് ഗൈസ്, കിടിലൻ ഗോള്. ഏതാ അടി. ബെക്കൻ ബോർ, ത്രൂ ബോൾ ടു മെസ്സി, പാസ് ടു ഫോർ ലൈൻ ടു ഇബ്ര, ഇബ്ര ടു മെസ്സി, ത്രൂ തള്ളാം. ഇബ്ര എടുത്ത് അടുപ്പിച്ച് നോക്കാം. ഇബ്ര, ലെറ്റ്സ് ഗോ ഗൈസ്. കിടിലൻ ബോളായിരുന്നു മെസ്സിയുടെ. അതുപോലെ തന്നെ ആ ആംഗിളിൽ നിന്ന് ഇബ്ര അടിച്ച് ഗോളാക്കും ചെയ്തിട്ടോ, ടോപ്പ് ഗോളായി. ഏതാ പാസ്. ഓക്കെ, ബെക്കൻ ബോർ ആൻഡ് ഇറ്റ്സ് റൈക്കാർഡ് ടു ഓഡോ ടു മെസ്സി, മാസ്റ്റർ റിട്ടേൺ ഉണ്ടാവും. ഓക്കെ, നൈസ് ഓൺ മെസ്സി. മെസ്സി 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 ഒന്ന് ബാക്ക് വലിക്കാം. നൈസ് ഓൺ മെസ്സി. മെസ്സി മെസ്സി അടുപ്പിച്ച് നോക്കാം, സ്റ്റണ്ടിങ് കൊടുക്കാം. മെസ്സി, എടാ കേട് കൊടുത്താൽ മതിയായിരുന്നു.
നൈസ് വൺ. ഓക്കെ മെസ്സിയാണ് ഒരു മാസ്റ്റർ ഇടാം. ഓക്കെ നൈസ് വൺ ഫ്രോം മെസ്സി. മെസ്സി നൈസ് ത്രൂ ബോൾ ടു ഓട്ടോ ആണ്. പാസ് കൊടുക്കുക. ഫോർലൈൻ അടിപ്പിച്ചോക്കെ. ഫോർലൈൻ എടാ പെനാൾട്ടി. ഭാഗ്യം കേട്ടോ, പുറത്തേക്ക് പോയ ബോളാടാ. അപ്പം പെനാൾട്ടി വന്നു. എന്തായാലും നമുക്ക് മെസ്സിനോണ്ട് തന്നെ അടുപ്പിക്കാം. ഓക്കെ അതായത് സ്ലാറ്റനാണോ മാറ്റം. ഓക്കെ മെസ്സി 92 ഉണ്ട്. മെസ്സിനോണ്ട് അടുപ്പിക്കാം കേട്ടോ. മെസ്സി നമുക്ക് ലെഫ്റ്റിക്ക് അടിക്കാം. ഞാൻ ഇന്നലെ എന്തൊരു പെനാൽറ്റി അടിച്ചിട്ട് കോളാക്കിയത് പ്രാന്ത്. എടാ പോടാ. ഒരു ഫ്രീ കിക്കാണ്. ഒഡോ കേട്ടോ. നമുക്ക് മെസ്സിക്ക് തള്ളാം, ത്രൂ തള്ളാം. പോവോ? ഓക്കെ ഒഡോ. മെസ്സി ഒരു ടേഡ് വരാൻ. നൈസ് വൺ മെസ്സി. ഓക്കെ മെസ്സി അടുപ്പിച്ചോക്കാം. മെസ്സി നൈസ് ഗോൾ ഗൈസ്. കിഡിലെ ഒരു സോളോ റണ്ണും പിന്നെ ഒരു കേളും. സോൾ കൺട്രോൾ മസ്റ്റേക്ക് കൊടുക്കണം കേട്ടോ നിങ്ങൾ. മെസ്സിക്ക് അതില്ല, അതുകൊണ്ടാണ്. നൈസ് ഗോളായി. ആ റണ്ണ് കണ്ടില്ലേ. ബാൻഡിറ്റ് സൈനിറ്റി. ഓക്കെ നമ്മുടെ അടുത്തിൻ്റെ റൈറ്റ് കാർഡാണ്. മെസ്സിക്ക് തള്ളാം. ഓക്കെ മെസ്സി ഒരു ത്രൂ തള്ളിയാലോ ഇവിടുന്ന്. ഓക്കെ സ്ലാട്ടൻ. സ്ലാട്ടൻ കഴിവേറി. അത് എന്താ കാണിച്ച് കിടിലം ബോളായിരുന്നു. ഡെക്കോ ടു ഫോർലാൻ ടു മെസ്സി. ടേൺ വരാം. നൈസ് വൺ മെസ്സി ഒന്നുകൂടി വലിക്കാം. നൈസ് വൺ മെസ്സി ത്രൂ തള്ളാം. ഓക്കെ ഫോർലാൻ. പാസ് പക്ഷേ ഓക്കെ മെസ്സി എടുത്തിട്ട് കേട്ടോ. മെസ്സിയാണ്. ഡബിൾ ടച്ച് കേൾ കൊടുക്കാം. മെസ്സി ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ വീണ്ടും സ്കോർ ചെയ്തിട്ട് മെസ്സി. റൈറ്റ് കാർഡ് പാസ് ടു മെസ്സി ടു ഫോർലാൻ ടു ഓഡോ ടു മെസ്സി ടു ഫോർലാൻ ടു ഓഡോ. ത്രൂ ബോൾ ടു മെസ്സി ഒരു ത്രൂ തള്ളാം നമുക്ക്. ഓക്കെ സ്ലാട്ടൻ. അത് ഗോളാക്കണം. നല്ല റണ്ണായിരുന്നു. നൈസ് ടേക്ക് ഫ്രോം കോസ്റ്റക്കോട്ടെ. ആൻഡ് ഇറ്റ്സ് ടോട്ടി ബെക്കൻബോർ ഡെക്കോ ആൻഡ് ഇറ്റ്സ് ഓഡോ. ഓഡോ എടുത്ത്. ഓക്കെ ഓഡോ എടുത്തിട്ട് മെസ്സി ത്രൂ തള്ളാം. ഫോർലാൻ പോണ്ട്. ഓക്കെ ഫോർലാൻ അടുപ്പിച്ച് നോക്കാം. ഫോർലാൻ ലെറ്റ്സ് ഗോ ഗൈസ്. നൈസ് ഫിനിഷ് ഫ്രോം ഫോർലാൻ. എന്തായാലും സ്കോർ ഉണ്ട്. മെസ്സിയുടെ കിഡിലും ബോളായിരുന്നു കേട്ടോ. തലവെക്കി. ഓക്കെ കോസ്റ്റക്കോട്ടെ ടു ഫോർലാൻ ത്രൂ തള്ളാം. മെസ്സി പോണ്ട്. മെസ്സി ഓക്കെ കേളിയാം. മെസ്സി ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ മെസ്സിയുടെ ഒരു കിഡിലൻ ഗോളായിരുന്നു. ഫോർലാൻഡ് കിഡിലൻ ത്രൂ ബോൾ. ഡിഫൻസ് പൊളിഞ്ഞ്. ഓക്കെ നൈസ് ടേക്ക് പാസ് ടു റൈറ്റ് കാർഡ് ആൻഡ് ഇറ്റ്സ് ഓട്ടോ. ത്രൂ തള്ളാം മെസ്സിക്ക്. മെസ്സിയാണ് ഒരു ത്രൂ തള്ളാം അവിടുന്ന്. ഫോർലാൻ അടിച്ച. ഫോർലാൻ ടാക്കിൾ ചെയ്തിടാം കിഡിലം. ആൻഡ് ഇറ്റ്സ് ഇബ്ര ടു ടോട്ടി ടു ഫോർലാൻ. മെസ്സിൻ്റെ വിങ്ങിൽ. മെസ്സിക്ക് ത്രൂ തള്ളാം. മെസ്സി സിമ്പിൾ ഫിനിഷാണ്. അതൊക്കെ പുറത്തേക്ക് അടിച്ചാൽ എടുത്തിട്ടിക്കല്ലേ. ഓ കോസ്റ്റക്കോട്ടെ സീരടാ. ഓക്കെ ടോട്ടി ആൻഡ് ഇറ്റ്സ് ഫോർലാൻ ടു മെസ്സി ത്രൂ തള്ളാം. ഓക്കെ എൻ്റെ പൊന്നാളിയെ കിടിലൻ ത്രൂ ബോൾ മെസ്സിയുടെ. വിഷണറി പാസ് എന്ന സ്കില്ലിനോട് നീതി പുലർത്തുന്ന ബോള്. മെസ്സി എടുത്ത്. മെസ്സി ടേൺ എടുക്കാം. നൈസ് വൺ മെസ്സി ഡബിൾ ടച്ച് ഇടാം. അടുപ്പിച്ച് വെക്കാം. മെസ്സി അയ്യേ സേവ് ആയിടാം. ഓ നൈസ് ടേക്ക് ഫ്രോം ടോട്ടി. പാസ് ടു ഇബ്ര ടു റൈറ്റ് കാർഡ്. ഓക്കെ മെസ്സി എടുത്തിട്ടുണ്ട്. മെസ്സി മാസിലെ ടേൺ വരാം. മെസ്സി ഓക്കെ ഡബിൾ ടച്ച് ആൻഡ് ബൂം. പോസ്റ്റ് ഓൺ അടിച്ച് 2 അടിച്ചാ തേങ്ങ. ഡെക്കോ ആൻഡ് ഇറ്റ്സ് ഇബ്ര ആണ് ഗൈസ്. ആൻഡ് ഇറ്റ്സ് ഡെക്കോ. മെസ്സി ഓക്കെ ഡബിൾ ടച്ച്. ഓക്കെ മെസ്സി ഡബിൾ ടച്ച്. മാസിലെ ടേൺ. നൈസ് വൺ മെസ്സി ഡബിൾ ടച്ച് ഇടാം. ഓക്കെ മാസിലെ ടേൺ. എൻ്റെ അടിയ ഡബിൾ ടച്ച് ഇട്ട്. പക്ഷെ മാസിലെ ടേൺ വന്ന് എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. മെസ്സിയുടെ ഒരു കിഡിലൻ സോളോ ഗോൾ. അത് കിഡ് ഗോളായിട്ടോ. അവസാനം ഡബിൾ ടച്ച് എടുക്കുമ്പോൾ അവിടെ തെറ്റിയത്. ആരെ മാസിട്ട് കൊള ആവാറ് വന്നു പായത്തിന്. ഓക്കെ ഡെക്കോ ആൻഡ് ടോട്ടി ത്രൂ തള്ളാം മെസ്സിക്ക്. എൻ്റെ പൊന്നെ 2 മിഷനറി പാസ് ഉണ്ട് കേട്ടോ. മെസ്സിനോട് തള്ളാം. ആൻഡ് ഇറ്റ്സ് ഇതെന്താ പാസിംഗ് മിഷൻസ് ആണല്ലോ ടീമിൽ. ടോട്ടിയുടെ കിഡിലൻ ബോൾ ടു മെസ്സിയുടെ കിഡിലൻ ബോൾ ടു സ്ലാട്ടൻ ആൻഡ് ഫിനിഷ്. ഏതാ ബോൾ? ടോട്ടിയുടെ ബോളൊക്കെ ഇഷ്ടമായിട്ടോ മെസ്സിയുടെ ടീം. എന്താ ത്രൂ ബോൾ അത്? ഓ കാർഡ് എടുത്തേ. ഓക്കെ റൈറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ഡെക്കോ ത്രൂ ബോളൊക്കെയാ മെസ്സിക്ക്. മെസ്സി ടേൺ. നൈസ് വൺ മെസ്സി ഓക്കെ ഡബിൾ ടച്ച് ആൻഡ് കേൾ. അയ്യേ സേവ് ഇട്ടു. കുഴപ്പമില്ല, നല്ല അടിയായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നമ്മളുടെ ഫ്രീ ഷോർട്ട് ടൈം മെസ്സിനെ വെച്ചിട്ട് കുറച്ച് കളികളൊക്കെ കളിപ്പിച്ചു. അപ്പോൾ അത്യാവശ്യം ഭേദപ്പെട്ട പെർഫോമൻസ് തന്നെയായിരുന്നു മെസ്സി തരുന്നത്. പാസിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. നല്ല കിടിലൻ പാസുകൾ വരുന്നു മൂപ്പരെടുത്ത് നിന്ന്. ആ വിഷണറി പാസ് പറഞ്ഞ സ്കില്ലുള്ളതുകൊണ്ട് തന്നെ കിടിലൻ പാസിംഗ് ആണ്. നമ്മൾ കുറേ പാസൊക്കെ ട്രൈ ചെയ്തു ഇടയിൽ വലിച്ചു വാരിയിട്ടൊക്കെ. അപ്പോൾ കുറേ അധികം സക്സസ്ഫുൾ ആയി. എങ്കിൽ കൂടിയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആളുടെ ത്രൂ ബോൾ അറ്റംപ്റ്റ് ചെയ്യണ രീതി. റൺ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ ടൈപ്പ് പാസൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ കിടലായിട്ട് തന്നെ ആൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വലായിട്ട് തന്നെ ആളുടെ കേള് ഫിനിഷിങ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. എന്നാലും ഫിനിഷിങ് പ്രാവശ്യം കുറച്ച് കൊടുത്തു. 88 83 84 അതിലേക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു കടഞ്ഞാണ്. അസിസ്റ്റൊക്കെ അത്യാവശ്യം പ്രൊവൈഡ് ചെയ്ത് ഗോളും അടിച്ചിട്ടുണ്ട്.
ടോപ്പ് കാർഡിന് തോന്നിയത് എനിക്ക് കേട്ടോ. മറ്റേ 2 കാർഡ്സിനാട്ടിയും കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത്. ഏജ് കുറച്ച് കൂടുതലാണെങ്കിലും വേൾഡ് കപ്പ് ആയതുകൊണ്ട് തോന്നുന്നുണ്ട് ഇതിന് കുറച്ച് പവർ കൂട്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ കാർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയിൻ്റെ റിവ്യൂ ആണ് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇന്ന് നമുക്കൊരു പാക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളുടെ റിവാൾഡോ, ബെക്കാം അതൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെന്തായാലും സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടതില്ല ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.